ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് 2011 മോഡൽ ഫോർഡ് ഫിഗോ ആയിട്ടാണ്. നിന്നെ ഞാൻ അന്ന് എൻ്റെ ഉള്ളാകെ തുന്നിയതല്ലേ, പിന്നെ മിണ്ടാതെ കണ്ണാലെ ഞാൻ. അപ്പോൾ നമുക്ക് ഈ വണ്ടി കുറേ സജഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ആരും അങ്ങനെ അത് ചെയ്തിട്ടില്ല വണ്ടിയിൽ. ഫിഗോ എനിക്ക് 3-4 വണ്ടികൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ സജഷൻസ് ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം. നമുക്ക് വണ്ടി കിട്ടിയപ്പോൾ നമ്മുടെ ഐഡിയ ഉണ്ടായിരുന്നു, ഇന്ന സാധനം ചെയ്യണം, ഇന്ന സാധനം ചെയ്യണം. ആ രീതി അധികം ആ രീതി വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊന്ന് ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ ഈ വണ്ടി വർക്ക് ചെയ്ത് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ സൈഡ് GT ടൈപ്പ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, ബാക്ക് ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് ചെയ്യുന്നുണ്ട്, ടൈപ്പ് 6 ടൈപ്പ് IPHൻ്റെ LG സ്കിറ്റർ ചെയ്തിട്ടുണ്ട്. ഫുൾ ബോഡി നമ്മളൊരു ഓവർകോട്ട് പെയിൻറ്റിങ് മൊത്തം അടിച്ചിട്ടുണ്ട്, ഒറ്റക്കോട്ട്. മാക്സിമം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. വണ്ടിയാണെങ്കിൽ ഒരു ഡോറിന് ഒരു കളറ്, അപ്പുറത്തെ ഡോറിന് വേറൊരു കളറ്, അങ്ങനത്തെ രീതിയിലായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഫുൾ ബോഡി ഓവർകോട്ടിൽ പെയിൻറ്റ് ചെയ്ത് ചെറിയ ബോഡി ലെവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം വൃത്തിയായിട്ട് ഇറക്കാൻ പറ്റി. പിന്നെ നമ്മൾ കുറച്ച് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ, സൈഡ് ഡോർ, സൈഡ് മിറർ, പിന്നെ ഫ്രണ്ട് ഗ്രില്ല്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്താണ് മോൺസ്റ്റർ ടൈപ്പ് സ്പോയിലർ. ഇങ്ങനെ നമ്മൾ ചെയ്ത് ഒരു മോൺസ്റ്റർ ടൈപ്പ് ഒരു പുതിയൊരു മോഡൽ സാധനം. എന്നാലും വെച്ചപ്പോൾ നല്ല ഔട്ടായി, കാണാൻ നല്ല വൃത്തിയായി. ഇതാണ് നമ്മൾ ബാക്ക് വെച്ചേക്കാണ്, ടൈപ്പ് 6 സ്പോർട്സ് കിറ്റിൻ്റെ ടൈപ്പ് ഒരു ഫൈബറിൽ നമ്മൾ പണിയെടുത്തതാണ്. നമുക്കിത് ഡ്യൂലക്സിറ്റ് എന്തൊക്കെ വരുന്നതാണ്. നമുക്കിതിൻ്റെ അകത്ത് നമുക്ക് ഒരെണ്ണം ഫംഗ്ഷനിങ് ആക്കിയിട്ടുണ്ട്, ഒരെണ്ണം നമ്മൾ ഫംഗ്ഷനിങ് അല്ല, നമ്മളത് അടിക്കും ഉറപ്പായിട്ടും. പിന്നെ വണ്ടിക്ക് ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട്, നമ്മൾ അതിന് ചെറുതായിട്ട് നമ്മൾ പണിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഏത് വർക്ക് ഉണ്ടെങ്കിലും എന്താവട്ടെ, നമുക്ക് പ്രിന്റിങ് ആവട്ടെ, വീലാവട്ടെ,